ഹിറ്റ്ലറുടെ പ്രചാരണ മന്ത്രിയായിരുന്ന കുപ്രസിദ്ധനായ ഗീബൽസ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായത്തെ ഇല്ലാതാക്കാൻ രണ്ട് മാർഗങ്ങൾ എനിക്ക് മുന്നിലുണ്ട്. ഒന്ന്, നിങ്ങളുടെ വാക്കുകൾ നിശബ്ദമാകും വരെ യന്ത്രത്തോക്കുകൾ പ്രവർത്തിക്കാം. രണ്ട്, പ്രചണ്ഡമായ നിതാന്ത പ്രചാരണത്തിലൂടെ എന്റെ അഭിപ്രായത്തെ നിങ്ങളുടേതാക്കി മാറ്റാം. ഞങ്ങൾ നാഷണൽ സോഷ്യലിസ്റ്റുകൾ തൽക്കാലം രണ്ടാമത്തേതിൽ വിശ്വസിക്കുന്നു എന്ന്. ഇതുതന്നെയല്ലേ വ്യാജ പ്രൊപ്പഗണ്ട സിനിമകൾ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്നത്? പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കേരള സ്റ്റോറി എന്ന സുദീപ് തോസന്റെ ആദ്യ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെ കുറിച്ച് തന്നെയാണ്. 2023 പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ആദ്യ ഭാഗം വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെയും വഴിവെച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയതോടെ വ്യാപകമായ വിമർശനമാണ് സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഹൈ ഫൈവും പരിശോധിക്കുന്നു ഇതേത് കേരളം. കേരള സ്റ്റോറി 2. ഈ സിനിമയിൽ കേരളത്തിൽ നിന്നുള്ള യുവതി ബീഫ് കഴിക്കാൻ വിസമ്മതിക്കുന്നതും എന്നാൽ അതിനെ ബലം പ്രയോഗിച്ച് കഴിപ്പിക്കുന്നതും ഒക്കെ നമ്മളുടെ തൊട്ട് മുൻപ് കണ്ട ട്രെയിലറിൽ ഉണ്ടായിരുന്നു. ഇതാണ് വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നതും. യഥാർത്ഥ കേരളം എന്താണെന്നറിയാൻ അണിയറ പ്രവർത്തകർ കേരളത്തിലേക്ക് വരണമെന്നും ഒരു ഭാഗത്ത് ആവശ്യം ഉയരുന്നുണ്ട്. മാത്രവുമല്ല, സിനിമയുടെ ഉള്ളടക്കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് മിക്ക ആളുകളുടെയും കമന്റുകളും വരുന്നത്. ഇങ്ങനെയാണോ കേരളം എന്ന സംശയം പ്രകടിപ്പിച്ച് ഇതര ഭാഷക്കാരടക്കം ഇതിന് താഴെ കമന്റ് ഇടുന്നുണ്ട്. ഈ വിഷയമാണ് ഇന്ന് ആദ്യം ഹൈഫൈവും വളരെ വിശദമായി പരിശോധിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് ലിജൻ കെ ഈപ്പനാണ് നമുക്കൊപ്പം തത്സമയം ചേർന്നത്. ഇപ്പ ഗുഡ് ഈവനിങ്. ഈ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തെ പോലെ തന്നെ വർഗീയത നിറഞ്ഞ ഡയലോഗുകളാലും രംഗങ്ങളാലും സമ്പന്നമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെയിലർ. കണ്ടിരിക്കാൻ കഴിയില്ല, അത് സത്യമായ ഒരു കാര്യം. ഈ ട്രെയിലറിലെ ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്, ട്രോളുകളും ഉണ്ട്. പക്ഷേ നമുക്ക് ആദ്യം ഈ ട്രെയിലറിലെ രംഗങ്ങളിലേക്ക് തന്നെ പോകാം. നേരത്തെ ഈപ്പൻ അറിയാലോ, ഇപ്പം ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ ജാനകി എന്ന പേരാണ് സെൻസർ ബോർഡ് വലിയ പ്രശ്നമാക്കി ഉന്നയിച്ചത്. അതിന്റെ ഈ കോടതി രംഗങ്ങളിൽ പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയുടെ പേര് അത് ഹിന്ദു മതത്തെ പൊള്ളിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു സെൻസർ ബോർഡ് ഉടക്കവാദങ്ങളൊക്കെ ഉന്നയിച്ചത്. അതേപോലെ തന്നെ ഹാൽ സിനിമയിലെ ബീഫ് കഴിക്കുന്ന രംഗം, ഇതൊക്കെ ഇവിടെ ഈ നാട്ടിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ചിത്രങ്ങൾക്ക് നേരിടേണ്ടി വന്നപ്പോഴാണ് പച്ചയ്ക്ക് വർഗീയത യാഥാർത്ഥ്യവുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത രംഗങ്ങളുള്ള ഒരു സിനിമ റിലീസിന് ഒരുങ്ങുന്നത്. ഇപ്പം തീർച്ചയായും സേതു, വലിയ രീതിയിലുള്ള വിമർശനമാണ്. നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ജാനകി ആയാലും അല്ലെ എമ്പുരാനായാലും അല്ലെ ഹാലായാലും നമ്മുടെ മുമ്പിൽ സാക്ഷിയായിട്ട് സിനിമകൾ ഉള്ളപ്പോഴാണ് ഇത്രയും വിഷലിപ്തമായ ഒരു സിനിമ, അതായത് ഒരു വർഗീയത പണ്ടൊക്കെയാണ് നമ്മൾ പൊതിഞ്ഞ് പറയാന്ന് പറയും. പക്ഷേ ആ രീതിയൊക്കെ മാറി പൊതിഞ്ഞല്ല, വളരെ ഡയറക്റ്റായിട്ട് ഒരു ജനവിഭാഗത്തെ തന്നെ വലിയ രീതിയിൽ മോശക്കാരായി ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമ. പ്രത്യേകിച്ചും അതിൻ്റെ പേരാണ് കേരള സ്റ്റോറി 2. നമുക്കറിയാം കേരള സ്റ്റോറി ഫസ്റ്റ് 2023 വന്നു. അന്ന് അവർ പ്രചരണമായിട്ട് വരുന്നത് 32,000 പെൺകുട്ടികൾ കേരളത്തിൽ നിന്നും മതം മാറി സിറിയ പോലുള്ള രാജ്യങ്ങളിൽ പോയിരുന്നു. പക്ഷേ ഇതിനെതിരെ വലിയ വിമർശനം വന്നപ്പോൾ അവർക്ക് 3 എന്ന നമ്പറിലേക്ക് ചുരുക്കേണ്ടി വന്നു. അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ വിമർശനവും അതിൻ്റെ പ്രൊപ്പഗണ്ട എത്രത്തോളം അഫക്റ്റ് ചെയ്തു എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ അതിനേക്കാൾ വിഷലിപ്തമായ ഒരു സിനിമ, അതായത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് കേരള സ്റ്റോറി 2. അപ്പോൾ കേരള സ്റ്റോറി 2 എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ കഥയാണെന്നുള്ള ഒരു പ്രത്യേകത തന്നെ ഉണ്ട്, കേരളത്തിൻ്റെ കഥ എന്നുള്ളത്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുവാണെങ്കിൽ 3 പെൺകുട്ടികളുടെ കഥ പറഞ്ഞു. അതിൽ ഒന്ന് സുരേഖ നായർ, എനിക്ക് IAS ആവണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു കഥാപാത്രമാണെന്ന് ഫസ്റ്റ് ട്രെയിലർ തന്നെ, അതായത് കേരള സ്റ്റോറി 2വിൻ്റെ ഫസ്റ്റ് ട്രെയിലർ തന്നെ ആ കഥാപാത്രത്തെ നമുക്ക് രജിസ്റ്റർ ചെയ്യിപ്പിച്ചായിരുന്നു. അതിന് സലീം എന്ന ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കുന്നു, പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു, അവിടെ തിരിച്ചു വന്നതാണ് ഫസ്റ്റ് ട്രെയിലർ കാണിച്ചത്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൃത്യം അടുത്ത ട്രെയിലർ വന്നു. അവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ കണ്ടു, നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കേരളത്തിൽ ഒരു പെൺകുട്ടിയെ ബീഫ് നിർബന്ധിച്ച് തീറ്റിക്കുക, അതിൻ്റെ പേര് മൃഗീയമായി മർദ്ദിക്കുക, അത് ഹസ്ബൻഡും കുടുംബാംഗങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് മർദ്ദിക്കാനുള്ള നമുക്ക് കണ്ടിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മൃഗീയമായ കാഴ്ച അനുഭവം സൃഷ്ടിക്കുന്ന ഒരു ട്രെയിലറാണ്. അപ്പോൾ അതിനെതിരെ വലിയ വിമർശനം വന്നിട്ടുണ്ട്. ഇത് ഏത് കേരളം എന്നാണ് ഈ സിനിമയുടെ താഴെ, ട്രെയിലറിന് താഴെ എല്ലാവരും വന്ന് ചോദിക്കുന്നത്. വലിയ സോഷ്യൽ മീഡിയ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇതിൻ്റെ മറ്റൊരു വശം ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ പോലത്തൊന്നും കേരളത്തിൽ ഇങ്ങനെയാണ് അവസ്ഥ എന്ന രീതിയിലുള്ളൊരു പ്രൊപ്പഗണ്ട അതും പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിനെ, അതായത് ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെ രണ്ടാക്കി മാറ്റുക എന്നുള്ള വളരെ ടാർഗറ്റ് ചെയ്യുന്നുള്ള വളരെ പ്രൊപ്പഗണ്ടയായിട്ടുള്ള ഒരു സിനിമയെ ഒരു ജനവിഭാഗത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ ഇത് ഒരു പരിധി വരെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്കുള്ളിൽ സംശയം ഉണ്ടാക്കും. അത് എത്രത്തോളം പോകുന്നുള്ളത്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നമ്മൾ തന്നെ കണ്ടു, കേരളത്തിൻ്റെ ശരിക്കും കേരള സ്റ്റോറി ഇതാണോ? നമ്മൾ 2018 പ്രളയത്തിൽ നമ്മൾ കണ്ടതാണ്, നമ്മൾ വയനാട് ദുരന്തത്തിൽ കണ്ടതാണ്. ഇത് ഒരുപാട് ഇൻസിഡൻസ് ശരിക്കും നമ്മൾ കേരള സ്റ്റോറീസ് കണ്ടതാണ്. ഈ കേരള സ്റ്റോറി നമുക്ക് പരിചയമില്ലാത്ത, നമുക്ക് അറിയാത്ത, നമുക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു ജീവ സാഹചര്യത്തിലുള്ള ഒരു കേരള സ്റ്റോറി. അതുകൊണ്ട് തന്നെ മലയാളികൾ ഇതിനെ എത്രത്തോളം വിമർശിക്കും, അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം വലിയ രീതിയിൽ നമുക്ക് ചോദിക്കും. കാരണം മലയാളികൾ ഇതിനെ വളരെ
വിമർശനമായിട്ട് കാണും. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാണ്. വിമർശനങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രോളുകളിലേക്കൊക്കെ വന്നാൽ ട്രോളുകളുടെ കാര്യം പറഞ്ഞാൽ അത് കോമഡിയാണ്. കാരണം ഇവിടെ ബീഫ് കഴിക്കാൻ കിട്ടുന്നില്ല, അപ്പോഴാണ് എന്ന് തുടങ്ങി വെറും ബീഫ് കൊടുത്താൽ എങ്ങനെയാ കഴിക്കുന്നത്, 2 പൊറോട്ടയും കുറച്ച് ഉള്ളിയും കൂടെ കൊടുക്കണം എന്നതടക്കമുള്ള കമന്റ്സുകളൊക്കെ വരുന്നുണ്ട്. ഒരു ദേശീയ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്നും മലയാളികൾ പരിഹാസ രൂപേണ കമന്റ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിരീക്ഷിക്കാൻ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഏറ്റവും വിമർശിച്ച സിനിമയ്ക്ക് വരെ 2 ദേശീയ പുരസ്കാരം ലഭിച്ചു. മികച്ച സംവിധാനം അടക്കമുള്ള 2 ദേശീയ പുരസ്കാരം ലഭിച്ച നാട്ടിലാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത്. അതിനെക്കാട്ടി ആഴത്തിലുള്ള കഥ എന്നുള്ള വിശേഷത്തോടാണ് ഈ സിനിമ വരുന്നത്. നമ്മൾ ദൃശ്യങ്ങളും കണ്ടതാണ്. പക്ഷേ നമ്മൾ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ട്രോളാക്കിയിട്ടുണ്ട്. അതായത് അത് ആ പെൺകുട്ടിയെങ്കിൽ ബീഫ് ആയിരിക്കത്തില്ല, അല്ല പാൻ മസാല ആയിരിക്കും കൊടുത്തത്, അല്ലെങ്കിൽ പരമുവേട്ടൻ്റെ കടയിലെ ബീഫ് ആണെങ്കിൽ അത് അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ബീഫ് മാത്രം കൊടുത്തുകൊണ്ടാണ് പൊറോട്ടയുടെ കൊടുത്തായിരുന്നെങ്കിൽ പെൺകുട്ടികൾ അത് കഴിച്ചാൽ, അങ്ങനെയുള്ള വലിയ ഭയങ്കര ട്രോളിക്കൊണ്ടുള്ളത്. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയെ ട്രോളുന്നത് നമ്മുടെ തന്നെ പല സിനിമകളിലെ രംഗങ്ങളും, നമ്മൾ ഹൃദയത്തിലെ നായകൻ പ്രണവും കല്യാണിയും കൂടെ പൊറോട്ട കഴിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ഗോതയിലായിരിക്കും. ഗോതയിൽ നമ്മൾ പറയുന്നത് പൊറോട്ടയും ബീഫും നമുക്ക് മലയാളികൾക്ക് വികാരമാണ്. ഇങ്ങനെയുള്ള ട്രോൾ മെറ്റീരിയലായിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ എത്രത്തോളം ട്രോൾ മെറ്റീരിയലായിട്ട് കൊണ്ടുപോകുന്നു പറയുമ്പോഴും ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയം ഒരു സ്റ്റേറ്റിനെ, ഒരു ജനവിഭാഗത്തെ വളരെ മോശക്കാരാക്കുന്നതാണ്. അത് വലിയ രീതിയിൽ നമ്മളത് ഗൗരവത്തോടെ കാണണം. തീർച്ചയായും അത് തന്നെയാണ്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സിനിമകൾ എന്ന് പറയുന്നത് അത് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത് ഒരു വിശാലമായ ലോകമാണല്ലേ. സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്താൻ അവ ഉപകരിക്കുമ്പോൾ അവ സുന്ദരമാകുന്നു. പക്ഷേ വർഗീയ വിഷം കലർത്തി സമൂഹത്തിൽ വിഭാഗീയത പടർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സിനിമ എത്തുന്നതെങ്കിൽ അവ നിശ്ചയമായും എതിർക്കപ്പെടുകയും തുറന്നുകാട്ടപ്പെടുകയും തന്നെ വേണം. കേരള സ്റ്റോറി ആദ്യ എഡിഷന്റെ അനുഭവം നമുക്കൊക്കെയും അറിയാവുന്നതാണ്. 2ാം ഭാഗത്തിന്റെ ട്രെയിലർ നൽകുന്ന സൂചന ഇത് കേരളത്തിനെതിരെ എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ മതേതര മനസ്സിൽ വിഷം കലർത്താനുള്ള ശ്രമം എന്നുകൂടി തന്നെയാണ്. കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇത് അപരിചിതമായ കേരളമാണ്. ഈ ഏത് കേരളം എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയും ചെയ്യും.